ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നല്ല ചൂരക്കറിയുടെ വീഡിയോ കേട്ടോ. ചൂരക്കറി നല്ല തേങ്ങാപ്പാലിലൊക്കെ വെച്ച മീൻകറിയാണ്. ഇത് ഞാൻ വെച്ച ചൂരക്കറിയല്ല, ഇത് അച്ചാച്ചൻ വെച്ച മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ അവൻ വെച്ച മീൻകറിയാണ്. നല്ല സ്റ്റൈലായിട്ട് തന്നെ എല്ലാ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒക്കെ ഇട്ട് വഴറ്റി മസാലയൊക്കെ മൂപ്പിച്ച് ചേർത്ത് നല്ല തേങ്ങാപ്പാലിൽ നന്നായിട്ട് കറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മുട്ട വറുക്കുന്നുണ്ട്, കപ്പ പുഴുങ്ങാൻ കപ്പ വെച്ചിട്ടുണ്ട്. സാധാരണ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ റൂമിൽ താമസിക്കുമ്പോഴത്തേക്ക് ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വയമായിട്ട് ഒരുപാട് പാചകം പഠിക്കും. അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് പാചകം അങ്ങനെ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. പ്രവാസ ജീവിതം നയിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറേ പാചകമൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ നല്ല സ്റ്റൈലായിട്ട് മീൻകറി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഫേസ്ബുക്കിലേക്കുള്ള വരവ് തന്നെ അച്ചാച്ചനും ചാച്ചനും ഒക്കെ കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഫേസ്ബുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും അതിലോട്ട് ഞാനൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. എനിക്കൊരു 37 ഫ്രണ്ട്സാണ് എനിക്ക് ആകെ ഫേസ്ബുക്കിൽ 2023 വരെ, 2007 സ്റ്റാർട്ട് ചെയ്ത് 2023 വരെ എനിക്ക് അക്കൗണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം എന്നോട് പറയുന്നത് നീ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ആദ്യത്തെ അക്കൗണ്ട് ഒരു 87 ഫോളോവേഴ്സ് ആയപ്പോൾ തന്നെ എനിക്ക് 87 ഫോളോവേഴ്സോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ച ആ ഒരു സമയം തന്നെയുണ്ട്. പക്ഷേ ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ഇത്രയെങ്കിലും ഫോളോവേഴ്സ് ആയപ്പോൾ എനിക്കൊരു 10K ആയപ്പോൾ തന്നെ ഞാൻ 10 മില്യൺ കിട്ടിയ ഒരു സന്തോഷമാണ് എനിക്കുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10K ഫോളോവേഴ്സ് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല അതെന്താ ഇങ്ങനെ കിട്ടി എന്ന് തന്നെ. എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കൊരു ഇതില്ല ഫേസ്ബുക്കിൽ. ഇപ്പം തന്നെ 2 വർഷം ആയിട്ടുള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ ആക്റ്റീവായിട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അത് അച്ചാച്ചനും ചാച്ചനും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. മുമ്പത്തെ അക്കൗണ്ട് ഇതുപോലെ തന്നെ 5000 ഫോളോവേഴ്സ് ആയ സമയത്ത് എന്തൊക്കെയോ സെറ്റപ്പ് ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പോൾ അതിൽ പാസ്വേഡ്, മെയിൽ ഐ ഡിയുടെ പാസ്വേഡൊക്കെ കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ 2007 ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ആ സമയത്തുള്ള ഫോൺ നമ്പർ, അതുകൊണ്ട് അത് കട്ടായി. അത് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, അങ്ങനെ അത് കട്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് 2023 നവംബറിൽ തുടങ്ങിയ അക്കൗണ്ടാണിത്. അതുകൊണ്ട് 2 വർഷം ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് 2 വർഷമായി ആ ഒരു സമയത്താണെങ്കിലും എനിക്ക് ഇത്രയെങ്കിലും എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ അച്ചാച്ചനും ചാച്ചനും എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ അവരാണ് എന്നോട് എനിക്ക് വെച്ചാൽ ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്, മെസ്സേജ്, കോള്, വീഡിയോ കോൾ അങ്ങനെ ഒത്തിരി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുമോ? പക്ഷേ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് എന്തായാലും ഈ യാത്ര ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ ചൂരക്കറിയുടെ വിഷയത്തിൽ നിന്നും തെന്നിമാറി ഫേസ്ബുക്ക് ഫോളോവേഴ്സിൻ്റെ ഇതിലോട്ട് പോയി. അപ്പോൾ അത് കണ്ടു, നല്ല സ്റ്റൈലായിട്ട് തന്നെ ചൂരക്കറിയൊക്കെ വെക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ നല്ല വലിയ പീസാക്കിയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. തലക്കഷ്ണവും കാര്യങ്ങളും എല്ലാം ഒക്കെ നല്ല പീസാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുട്ടയൊക്കെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ല ഇതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല തേങ്ങ വീട്ടിൽ വന്നിട്ട് വേണം ഇനി ഇവനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട്. അത് ഞാൻ അച്ചാച്ചനെന്നും വിളിക്കും, ഡാന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഓർക്കരുത്, വീഡിയോയിൽ അച്ചാച്ചനെന്ന് പറയുന്നുണ്ടല്ലോ അവനെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലേ തൊട്ട് ശീലിച്ചത്. അത് ഇതുവരെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പക്ഷേ അത് നേരെ തിരിച്ച് വന്നു കേട്ടോ. അച്ചു ഇപ്പോൾ ആഷിമോനെ വിളിക്കുന്നത് ഇതുപോലെ തന്നെയാണ്, എടാ അച്ചാച്ച. അപ്പോൾ അത് കാലങ്ങൾക്കിപ്പുറം തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവനിപ്പോൾ എന്നെ കളിയാക്കുന്നത്, നീ എന്നെ അങ്ങനെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചിട്ടൊക്കെ കളിയാക്കുന്ന ഒരിതുണ്ട് കണ്ടോ. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് ചൂരക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് വേണം ഒരു ദിവസം ഇവനെ കൊണ്ട് ചൂരക്കറി വെപ്പിച്ചിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും തനിയെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ വേറൊരു വീട്ടിൽ പോയി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കേട്ടോ. ആ സൈഡിൽ കപ്പയൊക്കെ പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.